ിലേക്ക് ഏവർക്കും സ്വാഗതം. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2020 ജൂലൈ മാസം 25-ാം തീയതി രണ്ട് മലയാളി സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത കാര്യം നമ്മളെല്ലാം അറിഞ്ഞതാണ്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അതുപോലെ സിസ്റ്റർ പ്രീതി മീനിയുമാണ് അവർ അറസ്റ്റ് ചെയ്യാനിടയായിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യക്കടത്തും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ളതായ നിർബന്ധിതമായി മതപരിവർത്തനവും നടത്തി എന്നതാണ് അവരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതായ കുറ്റം. രണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകളായിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അതായത് പരാതി നൽകിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ തീവ്ര ഹിന്ദുത്വ സംഘടനകളുമാണ്. മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, കന്യാസ്ത്രീകൾ ഒരിക്കലും മതപരിവർത്തനം നടത്തുകയോ അതുപോലെ മനുഷ്യക്കടത്ത് നടത്തുകയോ ചെയ്യുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ത്യാഗം, സ്നേഹം, സേവനം എന്നതാണ് ഓരോ കന്യാസ്ത്രീയുടെയും ആപ്തവാക്യം എന്ന് നമുക്കറിയാം. തെരുവിൽ അലയുന്ന ഭ്രാന്തന്മാരെയും അതുപോലെ പുഴുവരിച്ച് വഴിയരികിൽ കിടക്കുന്നതായ മനുഷ്യ ജീവനെയും അതുപോലെ കുഷ്ഠരോഗം ബാധിച്ചിട്ട് എല്ലാവരും തള്ളപ്പെട്ടതായ ഈ മനുഷ്യന്മാരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരെ കുളിപ്പിച്ച് അവരുടെ മുറിവുകൾ കെട്ടി അവരെ സുഖപ്പെടുത്തി അവർ നല്ല ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുത്ത് മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാധാരണയായിട്ട് ഓരോ കന്യാസ്ത്രീയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദർ തെരേസയെയോ അതുപോലെ തന്നെ വില്യം കേറിയോ നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരല്ല എന്നുള്ളതാണ് വാസ്തവം. ശ്രദ്ധിക്കണേ, മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. മനുഷ്യരെ ചതിച്ച് ഭീഷണിപ്പെടുത്തി പണം വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തി ഒറ്റപ്പെടുത്തി കൊണ്ടുപോവുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നതാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ അത് ഗൗരവതരമായ കുറ്റമാണ്. IPC 370 പ്രകാരം 7 മുതൽ ജീവപര്യന്തം വരെ തടവും അതുപോലെ പിഴയും ശിക്ഷ ലഭിക്കുന്നതാണ്. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് സ്വന്തമായി ഒരു മതം മാറാനോ സ്വീകരിക്കാനോ ഒരു മതവും സ്വീകരിക്കാതിരിക്കാനോ ഉള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നമുക്കറിയാം മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു മതം വിട്ട് മറ്റൊരു മതം സ്വീകരിക്കുന്നതിനെയാണ് ഈ മതപരിവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് ബലപ്രയോഗം കൊണ്ടോ വഞ്ചന കൊണ്ടോ ധനസഹായം കൊടുത്തിട്ടോ ഒരിക്കലും മത പരിവർത്തനം നടത്തുവാനായിട്ട് പാടില്ല. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തനത്തിന് പ്രത്യേക നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് എന്ന്. അതായത് മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അനിയന്ത്രിതമായിട്ടുള്ള മതപരിവർത്തനത്തിനെതിരെ നിയമങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നാൽ മതപരിവർത്തനം ഒരിക്കലും ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മറന്നു പോകരുത്. ബൈബിളിൽ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയും. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യം. ഈജിപ്തിൽ നിന്ന് പ്രയാണം ചെയ്ത് കനാനിൽ എത്തിയതായ അതായത് ഇസ്രായേൽ ജനത്തിന് യോശുവ ഭൂമി ഈ 12 ഗോത്രത്തിനും വേണ്ടി തിരിച്ചു കൊടുക്കുവാനിടയായി. അതിനുശേഷം യോശുവ അവരോട് ഇങ്ങനെ പറഞ്ഞു, യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന്